വാഹനം കിട്ടിയിരുന്നെങ്കിൽ മക്കളിൽ ഒരാളെ രക്ഷിക്കാമായിരുന്നെന്ന് അട്ടപ്പാടിയിൽ വീട് തകർന്ന് മരിച്ച കുട്ടികളുടെ അമ്മ. എന്റെ മടിയിൽ വെച്ചപ്പോൾ മകൻ അനക്കമുണ്ടായിരുന്നു. പലതവണ ബന്ധപ്പെട്ടിട്ടും വാഹനം എത്തിയില്ല. ഇതോടെയാണ് സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. പ്രൊമോട്ടറെയും മെമ്പറെയും വിളിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നും അമ്മ ദേവി പറഞ്ഞു. വീടിന്റെ ചുമര് പൊട്ടിട്ട് അതിന്റെ മുകളിൽ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടി താഴെ വീണു. കുട്ടികളുടെ താഴെയായിരുന്നു, അതിന്റെ മേലെ ഇതായിരുന്നു. മറ്റേ ഭിത്തി താഴെ പൊട്ടിട്ടു. പൊട്ടിയ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഓടിപ്പോയി നോക്കുമ്പോൾ ഒരാൾ കുഴപ്പമില്ലായിരുന്നു. ബാക്കി 2 പേരുടെ മേലായിരുന്നു, ഞങ്ങളുടെ കുട്ടികളുടെ മേലായിരുന്നു ഇത് രണ്ടും. ഇതൊക്കെ കയറിയിട്ടുണ്ട്. ഒരാളെടുത്ത് നോക്കുമ്പോൾ തന്നെ പോയിട്ടുണ്ട്. മറ്റേ ആൾ കുറച്ചെങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടി കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ടൈമായി. റോഡ് ബ്ലോക്കാണ്, റോഡ് അവിടെ പണിത് കൊണ്ടിരിക്കാം. പിന്നെ പറയാനുള്ളത് എന്താ, ഇതുപോലെ വേറെ ഏത് കുട്ടിക്കും വരണ്ട. വീട് കൊടുത്താൽ വീട് പൂർത്തിയാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ പകുതി പൈസ കൊടുത്തിട്ട് ഇതുപോലൊന്നും വേറെ കുട്ടികളാക്കണ്ട. വീട് കൊടുത്താൽ പൂർത്തിയാക്കണം. ഉണ്ടായിരുന്നു വണ്ടികളൊന്നുമില്ല. പിന്നെ ആദ്യം വിളിച്ചപ്പോൾ കിട്ടി, അപ്പോൾ വണ്ടിയില്ല, ഇവിടെ വണ്ടിയില്ലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോൾ പരുത്തി പുറത്താം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അനിയന്മാർ ബൈക്കും പിന്നെ ആ ഏട്ടൻ്റെ ബൈക്കും ഏട്ടന്മാരെ അങ്ങനെ കൊണ്ടുവന്ന് ബൈക്കിലാണ് കൊണ്ടുവന്ന്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഗുരുതര ആരോപണമാണ്, വല്ലാത്ത അവസ്ഥയുമാണ് അവരുടെ കാര്യം. കാരണം ഒരു കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു, വണ്ടിയില്ലാത്തതുകൊണ്ട് മാത്രം ജീവൻ നഷ്ടമായി എന്ന അമ്മ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നിർമ്മാണത്തിലെ അപാകത എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം? ധന്യ, ഇന്നലെ വൈകുന്നേരമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന 4ഉം 7ഉം വയസ്സുള്ള കുട്ടികൾ ഈ വീടിന്റെ ഒരു ഭാഗം തകർന്നു വീണ് കുട്ടികൾക്ക് മുകളിലൂടെ വീണ് മരിക്കുകയും 6 വയസ്സുള്ളൊരു കുട്ടി ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ മരിച്ച കുട്ടികളുടെ അമ്മയാണ് സംസാരിച്ചത്. ഈ അമ്മയുടെ ഇളയ കുഞ്ഞ്, ഈ 4 വയസ്സുള്ള കുഞ്ഞ് ഈ ഉടൻ തന്നെ മരിച്ചിരുന്നു. എന്നാൽ മൂത്ത കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു. ഒരു വാഹനം ലഭിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് അമ്മ പറയുന്നത്. ഈ ഊര് എന്ന് പറയുന്നത് ഈ വനത്തിനകത്താണ്. അതായത് ഈ ഒരു ഭാഗത്ത് സൈലന്റ് വാലിയും മറ്റൊരു ഭാഗത്ത് ഈ ആനവായിലേക്കുള്ള വഴിയാണ്. ഈ ആനവായിലേക്കുള്ള വഴിയിൽ ഈ മുക്കാലിൽ നിന്ന് 4 കിലോമീറ്റർ വനത്തിനകത്താണ് ഈ ഊരുള്ളത്. പക്ഷേ ഇവർക്ക് വേണ്ടി ട്രൈബൽ പ്രൊമോട്ടർമാർ, അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർമാർ എന്നുള്ള ഏത് സമയത്തും എല്ലാ സഹായങ്ങളും എത്തിക്കണം എന്നുള്ളതാണ് സംവിധാനം. പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ കരുവാര ഊരിലേക്ക് ഉള്ള റോഡിന്റെ ചില പണികൾ നടക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾ എത്തിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഇരുചക്ര വാഹനങ്ങളിലാണ് ഈ കുട്ടികളുടെ, ഒരു കുട്ടിയുടെ ജീവനോടുകൂടിയും ഒരു കുട്ടിയുടെ മൃതദേഹവും ഈ ബൈക്കുകളിലാണ് താഴെ എത്തിച്ചത്. താഴെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ മുക്കാലി എന്ന് പറയുന്നത് അട്ടപ്പാടിയുടെ ഒരു പ്രവേശന കവാടമാണ്. അവിടെ നിരവധി ജീപ്പുകളുണ്ട്. കാരണം സൈലന്റ് വാലിയിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി ജീപ്പുകളുണ്ട്, ആംബുലൻസ് അടക്കമുള്ള സംവിധാനമുണ്ട്. പക്ഷേ കൽക്കണ്ടി വരെ, അതായത് ഈ മുക്കാലിയും കഴിഞ്ഞ് കൽക്കണ്ടി വരെ, അതായത് ഈ കുട്ടികളുടെ ഊരിൽ നിന്ന് 8 കിലോമീറ്റർ ഈ കുട്ടികളെ ഈ ഇരുചക്ര വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ട ഒരു നിസ്സഹായ അവസ്ഥയാണ് കുടുംബത്തിന് ഉണ്ടായത്. പിന്നീട് ഈ കൽക്കണ്ടിയിൽ വെച്ചാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വനം വകുപ്പിന്റെ ജീപ്പിൽ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ വാഹനം കൃത്യസമയത്ത് ലഭിച്ചിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. ഈ വീടുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, ITDPയുടെ പ്രൊജക്റ്റായാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. 2016 ഈ വീടിന്റെ പണി നിർത്തിവെച്ചതാണ്. അതായത് മരിച്ച കുട്ടികളുടെ ആദിയുടെയും വീടിന് തൊട്ട് അടുത്തുള്ള വീടാണ്, രമേശ് എന്ന വ്യക്തിയുടെ വീടാണ്. പക്ഷേ ഈ വീടിന്റെ പണി 2016 നിർത്തിവെക്കാനുള്ളൊരു കാരണം ഫണ്ട് നിലച്ചതാണ്. ഈ ഫണ്ട് നിലച്ചതോടുകൂടി പിന്നീട് ഇങ്ങനെ ഈ കെട്ടിടം ഒരു പാതി വഴിയിലായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പിന്നീട് ആളുകൾ കയറി താമസിക്കുകയോ മറ്റുമില്ല. കുട്ടികൾ സ്വാഭാവികമായി അവിടെ കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് അപകടം ഉണ്ടായത്. ITDPയുടെ ഫണ്ട് ലഭിച്ചിരുന്നെങ്കിൽ ആ വീട് സുരക്ഷിതമായി ഒരു കുടുംബത്തിന് താമസിക്കാൻ കഴിയുമായിരുന്നു. ആ കുടുംബം ഇപ്പോഴും വീട് പാതി വഴിയിലായി അവിടെ ഒരു ഷെഡ് കെട്ടി താമസിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ശരി സാജിദ്.